എന്റെ മോള് കരയല്ലേ 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 കരയല്ലേ. എന്റെ കുഞ്ഞനിയത്തിയല്ലേ, എന്റെ കുഞ്ഞനിയത്തിയല്ലേ. ഓക്കെ ചന്ദ്രനെ പിടിച്ചു തരാം. ഇഞ്ചായി കഴിച്ചേ, ഇഞ്ചായി കഴിച്ചേ. പാലും ഇങ്കായും കൊടുത്ത് നീ അതിനെ കൊല്ലും. ഈ സമയത്ത് ഇയാൾ ഇത് എവിടുന്ന് വരുന്നു? വരണമെന്ന് തോന്നി. കരയല്ലേ കരയല്ലേ. ഏതാണ്ട് അസ്കതയുണ്ട്, കരച്ചിൽ കേട്ടാൽ അറിയാം. കരയല്ലേ കരയല്ലേ. അച്ഛൻ എന്തേടാവേ? ആലപ്പുറത്തെ ശാന്തയുടെ കല്യാണമാണ് നാളെ. കുഞ്ഞിന്റെ കാര്യം നോക്കി ഇവിടെ ഇരിക്കാനുള്ളതിന് പകരം നീ ഒന്ന് പറ ഇതൊന്ന് നിർത്താൻ. വയറുവേദന എടുത്തിട്ടാ പാവം. 2-3 ദിവസത്തേക്ക് പാലൊന്നും കൊടുക്കണ്ട. വല്ല കരിക്കും വെള്ളമോ ഗ്രേപ്പ് വാട്ടറോ, അതും കൂടുതൽ കൊടുക്കരുത്. ഒരു 2 ടീസ്പൂൺ വീതം. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് മുടങ്ങാതെ കൊടുക്കണം. ഇപ്പോഴീ വയറുവേദന കരച്ചിൽ നിർത്താൻ എന്താ വേണ്ടേ? അത് കമിഴ്ത്തി കിടത്തി പുറത്ത് തട്ടി കൊടുത്താൽ മതി. നീ തന്നെ ഉറക്കിക്കോ, നിനക്കേ പറ്റൂ. ഇങ്ങയുടെ സ്ഥാനത്താണെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ടുപോയാൽ അറിയോ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടാ. വേണ്ട, ഞാനെന്തിനാ വെറുതെ സെന്റിമെന്റിലാണ്. വല്ലപ്പോഴും വരാം, ഒന്ന് കാണാം. വേണ്ട 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 വേണ്ട. മോളെ, ശവമടക്കിനും സഞ്ചയനത്തിനും ഒന്ന് മുഖം കാണിച്ചതല്ലാതെ ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ ഞാനെന്തിനു പോണം? വൈഷുഡായി കാണേണ്ടവർ ഇടയ്ക്കിടയ്ക്ക് പോവുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ദാറ്റ്സ് ഇനഫ്, ഇനഫ് ആൻഡ് മോർ. നിമ്മി, നമ്മുടെ ആറ്റിറ്റ്യൂഡും മൂഡും പിന്നെ ജീവിതം തന്നെ പ്രകാശമുള്ളതാക്കാൻ ആരുടെ ആയാലും ഒരു കുഞ്ഞിനെ കൊണ്ട് സാധിക്കും. ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്കിൽ നാളെ തന്നെ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ വീട് മുഴുവൻ ഒരു ദിവസത്തേക്കെങ്കിലും ആ കുഞ്ഞിന്റെ കരച്ചിൽ കൊണ്ട് നിറയട്ടെ. എന്നാ ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. ഞാൻ എന്റെ വീട്ടിലേക്ക് പോയേക്കാം. പിന്നെ എന്റെ ശല്യം ഒന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഓക്കെ? വേണ്ട വേണ്ട കരയല്ലേ, എന്റെ മോളല്ലേ കരയല്ലേ. കരയണ്ട. ഓ, ഞാൻ ആവുന്ന പണി 18 നോക്കി, രക്ഷയില്ല. ഓ, ഇവളൊരു പിടിവാശിക്കാരിയാ. എപ്പൊ തുടങ്ങിയ കരച്ചില്ലാന്നറിയാം. എന്റെ ഉണ്ണിക്കുട്ട, അതിനിങ്ങോട്ട് താ, ഞാൻ അതിന്റെ കരച്ചിൽ നിർത്തി തരാം. ഇയാളെന്താ എരിശ്ശേരി കൊടുക്കും? എലിശ്ശേരി അല്ല, പാല് കൊടുക്കും. പാല്? ആ, തേങ്ങാ പാല് എനിക്ക് വേണം. ചേച്ചി, ഈ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ, ഞാൻ ഈ എരിശ്ശേരി കിട്ടുന്ന കടുവറക്കട്ടെ. എടോ, ഇച്ചിരി ഇല്ലാത്ത ഈ കുഞ്ഞിന് ആരെങ്കിലും തേങ്ങാപ്പാൽ കൊടുക്കണോ? എന്റെ ഉണ്ണി പാലിന്റെ നിറമൊക്കെ ഒന്നല്ലേ, കുഞ്ഞത് മുലപ്പാലെന്ന് എന്താ ഇയാൾ കാണിക്കണേ? കാഞ്ഞ ബുദ്ധി. ഈശ്വരപിള്ള മകൻ ഉണ്ണികൃഷ്ണപിള്ളയ്ക്ക് വാറണ്ടുണ്ട്. ഇവിടെ ഒരു തെറിച്ച പെണ്ണിനെ വല്ല വിധേനെ മെരുക്കാൻ നോക്കുമ്പോഴാ വാറണ്ടും കൊണ്ട് ഒരാളുടെ എഴുന്നള്ളത്ത്. ഒരൊറ്റ അടി ഞാൻ വെച്ചേരും. അടിച്ചോ, ഞാൻ വന്ന് കൊണ്ടോളാം. വായ അങ്ങനെ അങ്ങോട്ട് തുറക്കാതെ, ഈച്ച കയറിപ്പോ. എനിക്ക് ഇപ്പഴാ ഉറപ്പായത് വായ നോക്കിയാണെന്ന്. വാ ഗുഹ പോലെ തുറന്ന് കൊച്ചിനെ പേടിപ്പിക്കാതെ. എങ്ങനെയാ കൊടുക്കണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം. ഇങ്ങിതാ വാ 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 വാ. മോള് കുട്ടി. എന്തിനായാലും നേരത്തെ കാലത്ത് ഒരു പരിശീലനം കിട്ടുന്നതല്ല, കൊടുത്ത് പഠിക്കേ. അതിനെ എനിക്ക് പരിശീലനം ഒന്നും വേണ്ട. ഞാൻ സന്യസിക്കാനാ പോണേ.
ആയിക്കോട്ടെ, എന്നാലും പ്രസവിക്കാമല്ലോ ശ്ശേ, ഇല്ലേ? ഈ ഉണ്ണിക്ക് വേറെ ഒന്നും പറയാനില്ലേ? മോൻ വേറെ കുടിക്കുമോ? ഒത്തിരി ഉണ്ട്. ഇങ്ങനെ ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാ ഇപ്പൊ നോക്കിയാലും ഒരു പ്രസവക്കാര്യം പറിച്ചില്. അനിയത്തിയുടെ അടുത്തുനിന്ന് മാറാതെ മറ്റുള്ളവരോട് ഇങ്ങനെ വേണ്ടാതിനും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനാ ഭാവം? പിന്നെന്താ ഇപ്പൊ വേണ്ടേ? കയ്യോടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചെല്ലാനാ സമൻസ്. ഇങ്ങോട്ട്. ആരുടെ സമൻസ്? കുഞ്ഞിന്റെ വരവോടെ ഉണ്ണി എല്ലാം മറന്ന മട്ട. ഉണ്ണിക്ക് കമ്പനിയിൽ ഒരു ജോലിയുണ്ട്, അറിയോ? അങ്ങോട്ടൊന്ന് കേറിയിട്ട് ഇപ്പൊ എത്ര കാലായി? അതിപ്പോ ഇവിടെ ആരെ ഏൽപ്പിച്ചിട്ടാ എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിയാൻ പറ്റുക? ഓരോന്നും കണക്കുകൂട്ടി മുമ്പോട്ട് പോകുന്ന പ്രകൃത അച്ഛൻ്റെത്. ഇപ്പൊ തന്നെ ഉണ്ണിയുടെ കാര്യത്തിൽ അച്ഛൻ എന്തോ ഒരു പന്തിയോടുള്ള പോലെ. പക്ഷെ ഉണ്ണി വിചാരിച്ച അതൊക്കെ പാച്ചപ്പ് ആക്കാവുന്നേ ഉള്ളൂ. അതിന് പറ്റിയ സന്ദർഭം ഇത്. ഡൽഹി പോണം. ബിസിനസ് എക്സിക്യൂട്ടീവ്സിന്റെ ഒരു കോൺഫിഡൻഷ്യൽ മീറ്റിംഗാ. യു വിൽ ഹാവ് ടു ബി ദേർ. നോ, എനിക്ക് പറ്റില്ല. ഉണ്ണി പ്ലീസ് മീര, ഇറ്റ്സ് ഇംപോസിബിൾ. അച്ഛന് വേണ്ടിയോ കമ്പനിക്ക് വേണ്ടിയോ അല്ല, നമുക്ക് വേണ്ടി. ഉണ്ണി എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അച്ഛനെ വെറുപ്പിച്ചാൽ ഈസ് ഇൻഹ്യൂമൻലി അഡമന്റ്. പക്ഷെ മീര, ഈ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യും? ചേട്ടന്റെയും ചേട്ടത്തിയുടെ അടുക്കൽ നിർബന്ധിച്ച അവര് കേൾക്കാണ്ടിരിക്കില്ല. അപ്പൊ ഈ കുഞ്ഞിനെ ഞാൻ ഒഴിവാക്കണം. മീരയ്ക്ക് ഇവളൊരു പ്രശ്ന അല്ലേ? ഒരു തലവേദന? അയ്യോ, ഞാൻ അതല്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. നിർത്ത്, സ്റ്റോപ്പ്, അല്ലെങ്കിൽ എന്നെ കാറ് കയറ്റി കൊല്ലടാ. അടിച്ച് പൊളിക്കും ഞാൻ. ദുർഭരണം നടത്തിയ സർ CP രാമസ്വാമിയുടെ മൂക്ക് വെട്ടിയതുപോലെ ഈ CPയുടെ മൂക്ക് മാത്രമല്ല ഞാൻ വെട്ടുക, തലയും ഞാൻ വെട്ടും. അപ്പൊ നീ വിചാരിക്കും ഞാൻ നക്സലൈറ്റ് ആണെന്ന്. ഞാൻ നക്സലൈറ്റ് അല്ലടാ. അപ്പൊ പിന്നെ ഞാൻ ആരാ? പറയടാ, ഞാൻ ആരാന്ന്. ഇവൻ ഏതാ? ഉണ്ണി സാറിന്റെ പാർട്ടിയാ. ഉണ്ണി എന്ന് പറഞ്ഞ ആരാ? ആരാന്നാ നിന്റെ വിചാരം? ഉണ്ണി എന്ന് വെച്ചാ ഒരു പ്രസ്ഥാന. ഉണ്ണികൃഷ്ണനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കിളിയാണെന്ന് നീ ഇപ്പൊ ഓർത്തോ? തീന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അടുപ്പില് ഊതി ഊതി ഇങ്ങനെ തീയിൽ കുരുത്തു വളർന്നവരാ മോനെ ഞങ്ങള്. ആദ്യം നിന്റെ ഈ ചുവന്ന തുക്കടക്കാറ് കത്തിക്കും, പിന്നെ ഞാൻ നിന്റെ കമ്പനി കത്തിക്കും. സോറി, പിന്നെ നിന്നെ കത്തിക്കും. അതീന്ന് ഒരു പിടി ചാരം ഈ വലത് കൈകൊണ്ട് വാരിയെടുത്ത് ഭാരതപ്പുഴയെ കൊണ്ടൊഴുക്കും. എന്നിട്ട് ആ ചാരം ഭാരതപ്പുഴയുടെ ഓളങ്ങളിൽ കുറച്ചു നേരം ഇങ്ങനെ ചങ്കേച്ച അങ്ങനെ തട്ടി കളിക്കുന്നോണ്ട് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയടാ. എടാ പറയാൻ മാറി എന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ നത്തുമോറ? എന്താ നീ ചെയ്യാതെ? നീ പോട കഷണ്ടി കഴിവേരുടെ പുന്നുമോനെ. എടാ പുല്ലേ, എന്നെ പിരിച്ചു വിട്ടതല്ല, ഞാൻ റിസൈൻ ചെയ്ത്. അറിയോ സാർ, ഈ വിവരദോഷോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സാർ? ഇവൻ വീട്ടു മാഷേ, എനിക്ക് ഇയാളോട് 4 വർത്താനം പറയാം. എനിക്ക് എന്താ പറയാണെന്ന് വെച്ചാ പറ. എന്തായാലും ഇയാളുടെ ജോലി പോയോ? ആ വിഷമം കൊണ്ടാ ഞാൻ മൂക്കറ്റം കുടിച്ചത്. അല്ലാതെ സാധാരണ കുടിയന്മാര് കുടിക്കുന്നത് പോലെ കുടിക്കാൻ വേണ്ടി ദുഃഖം ഉണ്ടാക്കിയതല്ല. എന്താ മാഷേ? അപ്പൊ ഞാൻ കുറ്റക്കാരനല്ലല്ലോ. നീ എന്ത് തെമ്മാടിത്തരം കാണിച്ചു? കാണിച്ചെങ്കിൽ കണക്കായി പോയി. എന്റെ മാഷെ, വെള്ളമടിച്ച് ബോധമില്ലാതെ ഒരുത്തൻ തെമ്മാടിത്തരം കാണിച്ചു എന്നിരിക്കട്ടെ, മാഷ് എന്ത് ചെയ്യും? കരണക്കുറ്റി നോക്കി 2 പൊട്ടിക്കും അല്ലേ? അയാള് കാറിന്ന് ഇറങ്ങി അവിടെ അത് ചെയ്തിരുന്നെങ്കിൽ ഈ സംഗതി അവിടെ വെച്ച് തീരില്ലേ? അതിന് ഇവൻ ഇവിടെ കിടന്ന് കൊല വിളിച്ചിട്ടും കൊമ്പ് വിളിച്ചിട്ടും എന്താ കാര്യം? ഇത്തരം മുട്ടമ കൊഞ്ഞെണ്ണം കാണിക്കല്ലേ വേണ്ടത്. വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്താ മിണ്ടാത്തെ? എന്താ മിണ്ടാത്തേന്ന് മാഷെ പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു കൊടുക്ക് മാഷെ. ഞാൻ പറഞ്ഞു മിണ്ടിപ്പോരുത് നീ. മനസ്സിലായി. ഇപ്പൊ എനിക്ക് മാഷ മനസ്സിലായിട്ടോ. എടോ, എവിടെപ്പാ? ഞാൻ പോവാ. വന്ന് ഊണ് വെച്ചിട്ട് ഓടോ. വിളിച്ചോണ്ട് വരണതാ. ആര് വരും? അയാൾ എന്നെ പറ്റി ഇപ്പൊ എന്താ വിചാരിക്കാ അറിയോ? ഓറഞ്ചട്ട നന്നായിരുന്നാലും ചിലതൊക്കെ റബിഷ് ആയിരിക്കും. വായിച്ചു തുടങ്ങുമ്പോ തന്നെ അറിയാം ചവറ്റുകുട്ടയിലേക്കുള്ളതാണോ അല്ലയോ എന്ന്. മനുഷ്യരുടെ കാര്യവും അങ്ങനെ തന്നെ. കൂലിക്ക് ആളെ വിട്ട് തെറി വിളിപ്പിക്കുന്നവൻ കുടുംബക്കാരനായിരിക്കും.